തൗഹീദ് പഠിച്ചാലും തീരാത്തൊരു വിഷയം. എപ്രകാരം തൗഹീദ് അനുഷ്ഠിക്കലൊരു തൗഫീഖായതുപോലെ, തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ തൗഹീദിൽ ഉറച്ചൊക്കെ പറ്റൂ എന്നതുപോലെ തന്നെ തൗഹീദ് പഠിക്കണമെന്ന് എന്ത് വേണം? അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമുക്ക് തോന്നും നമുക്കൊരു 10 ആയത്തൊക്കെ കാണാപ്പാട് അറിഞ്ഞപ്പോഴേക്കും തൗഹീദായിട്ട് ബന്ധപ്പെട്ടൊരു 4 ആയത്തൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് തോന്നും തൗഹീദ് ഇനിയിപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അബദ്ധാണ്. മക്കയിൽ 13 കൊല്ലവും ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു, പരലോകം പറഞ്ഞു. 13 കൊല്ലം. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഷ്ടപ്പാട് സഹിച്ച് അള്ളാഹുവിന്റെ മുൻ നിശ്ചയത്താൽ നബി ഹിജറ പോയി മദീനയിലേക്ക്. ആ മദീനയിലേക്ക് എത്തിയിട്ട് നബിയോട് പിന്നെ അള്ളാഹ് കൽപ്പിക്കണം എന്തറിയോ? 47-ാമത്തെയും സൂറത്ത് മുഹമ്മദില് മദീന അവതരിച്ചാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അവിടെ നിന്ന് അറിയണം നബിയേ. ഇത് 13 കൊല്ലം തൗഹീദ് പറഞ്ഞ നബിനോട് മദീനത്തെത്തിയിട്ട് പിന്നെയും പറയണത് തൗഹീദ് അറിയണം. അപ്പൊ നമ്മളെ നാലിച്ചൊക്കികള് നമ്മളും ഒരു 10-15-20 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടാവില്ലേ ഇപ്പൊ നമുക്കും തൗഹീദിന്റെ പാരമ്പര്യം എന്ന് പറയാൻ? തൗഹീദ് അവസാനിക്കൂല്ല പ്രിയമുള്ള. റൂഹ് തൊണ്ടക്കൊഴിന്ന് പോണവരെ അവസാനിക്കൂല. അതിലേക്ക് ചേർത്തി പറയാൻ പറ്റിയൊരു സാധനം ഹിദായത്തും. കാരണം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിന്റെ തഫ്സീർ പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നീ ആലിമാകട്ടെ മുത്തഖിയാകട്ടെ, നീ ആരും ആകട്ടെ, നിന്റെ മരണം വരെയും നിനക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഹിദായത്ത്. സത്യല്ലേ? വീടുണ്ടാവില്ല, വെച്ചുകൊടുക്കാം. രോഗിയാണ്, ചികിത്സിക്കാൻ പൈസ കൊടുക്കാം, അല്ലേ? ഭക്ഷണമല്ല, വാങ്ങിക്കൊടുക്കാം. ഹിദായത്തില്ല. പൈസ കൊടുത്താൽ കിട്ടുമോ? പൈസ കൊടുത്താൽ പറ്റുമോ? പ്രതാപം കൊണ്ട് കിട്ടുമോ? ഇല്ല പ്രിയമുള്ളവരെ. ഹിദായത്ത് തൗഫീഖ് അത് അല്ലാഹ് തരുന്നെ വേണം. അതേപോലെ തന്നെ ഇത് തൗഹീദ് അതുണ്ടല്ലോ, അല്ലാഹുവിന്റെ തൗഫീഖാണ്. അതിൽ നിൽക്കാൻ, അതിൽ മരിക്കാൻ നമ്മുടെ ദുആ എപ്പോഴും അതായിരിക്കണം.